ലോക മൂവിയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറ. ചേട്ടാ ഹായ്. എനിക്ക് ഒരു പോരായ്മ തോന്നി. ലോക മൂവിയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് പറ. എങ്ങനെയാണ് നിനക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? നല്ല ഫിലിമാണ്, തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. ഓക്കെ, OTT വന്നാൽ കാണാൻ ചാൻസ് കുറവാണ്. അതിനുള്ളൊരു സ്റ്റഫ് ഇല്ല എന്നാണല്ലോ അതിന് അർത്ഥം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടമാണ്. കാരണം VFX ആയാലും ക്യാമറ ഡയറക്ഷൻ ആയാലും BGM ആയാലും സൗണ്ട്സ് ആയാലും സൗണ്ട്സ് മെയിനാണ്. അല്ലെ ഓരോ കാലത്ത് സൗണ്ട്സ് നല്ല സൗണ്ട്സ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കഥ പ്രതീക്ഷിക്കരുത്. കഥ ഫസ്റ്റ് ചാപ്റ്ററാണ്, അപ്പോൾ അതിനനുസരിച്ചായിട്ടുള്ളൂ. 3, 4, 5 ചാപ്റ്ററുകൾ നമ്മൾ കേൾക്കുന്നു. ഞാൻ ചോദിച്ചത് ഇപ്പോൾ കണ്ട ലോക ചാപ്റ്റർ 1ൻ്റെ കേസാണ്. അതിന് താങ്കൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് ചോദിച്ചത്. പടം കൊള്ളാം, മസ്റ്റ് വാച്ച് തിയേറ്റർ. കഥ എങ്ങനെയുണ്ടെന്നാണ് ചോദിച്ചത്. കഥ ചെറിയൊരു സ്റ്റോറിയാണ്, പ്രതീക്ഷിക്കരുത്. ചേട്ടാ ഹായ്. ലോക മൂവി കണ്ടോ, എന്താണ് അഭിപ്രായം? ലോക മൂവി കണ്ട്, അതായത് പടം കുഴപ്പമില്ല, നമുക്ക് വൺ ടൈം വാച്ച് ചെയ്യാനുള്ള ഒരു പടമാണല്ലോ. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ പടം കാണുന്നത് തന്നെ. ഈ പറയുമ്പോൾ എക്സൈറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും പരിപാടി ഉണ്ടോ? ഞാൻ പറഞ്ഞ അതിൽ വെച്ചാൽ എടുത്ത് പറയാന്ന് വെച്ചാൽ കുറച്ച് മ്യൂസിക്കും പിന്നെ അതിന്റെ വിഷ്വൽ എഫക്ട് മാത്രമേ ഉള്ളൂ. കഥ എങ്ങനെയുണ്ട്? മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ, വിഷ്വൽ ട്രീറ്റ് ഓക്കെയാണ്, മ്യൂസിക് അടിപൊളി, കഥ അടിപൊളിയാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. അടിപൊളി എന്ന് പറയാൻ പറ്റില്ല. കൊണ്ടുപോയ രീതി നമുക്ക് സ്റ്റോറി ടെല്ലിംഗ് ഓക്കെയാണ്. ഞാൻ പറയും നല്ല സിനിമയാണ്, കുഴപ്പമില്ല. നീ എന്ത് പറയും? ഞാൻ പറയും നല്ലതാണ്, സ്റ്റോറി നല്ലതാണ്. ബിക്കോസ് ഇത് തുടക്കമാണ്. ചന്ദ്ര പാർട്ട് പറഞ്ഞത് ഓരോരുത്തരെയും ഓരോ എബിലിറ്റീസും ഓരോ വീക്ക്നെസ്സും ഓരോ സ്റ്റോറിയും കൊണ്ടുവരുമ്പം ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ പാർട്ട് കണ്ടിന്യൂഷൻ വരുമ്പോ ഓക്കെ. ഞാൻ വരാനിരിക്കുന്നതല്ല, ഇതെങ്ങനെ ഉണ്ടെന്നാണ് ചോദിച്ചത്. ഇത് കൊള്ളാം, ഇതെങ്ങനെ ഇമ്പാക്ട് ചെയ്തു എന്നുള്ളതാണ് ചോദിച്ചത്. കൊള്ളാം. നിങ്ങൾ പറയണൊക്കെ എനിക്ക് ഒറ്റ സ്റ്റെപ്പിൽ കൊള്ളില്ലെന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ സിനിമ എനിക്ക് ഒരു പോരായ്മ തോന്നി. എന്ന് വെച്ചാൽ വാമ്പയർ സിനിമേഴ്സ് ഞാൻ കുറെ സിനിമ കാണും. ഞാൻ ബാക്കി ഒന്നും ചോദിക്കില്ല, പാർട്ട് 1 എങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ചോദ്യം. കൊള്ളാം, പക്ഷേ സ്റ്റോറി എങ്ങനെ ഉണ്ടെന്ന്. കൊച്ചുള്ളവർക്കാണെങ്കിൽ ഇത് വെക്കുന്ന ഇഷ്ടപ്പെടും. അതിനുള്ള സ്റ്റോറി ഉണ്ട്, അതിനുള്ളതേ ഉള്ളൂ. ബാലരമ കഥ ഉണ്ട്. ബാലരമ തിയേറ്ററിക്കൽ മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഇത് OTT വന്നാൽ കാണാൻ ചാൻസ് കുറവാണ്. ഇല്ല, അല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എഫക്റ്റ് ആണ്. അതിന്റെ എഫക്ട് OTT കിട്ടില്ല. അതാണ്. അപ്പൊ ഇത് മെയിൻ ആയിട്ട് സ്റ്റോറി ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ ഗിമിക്കുകൾ കാണണമെങ്കിൽ തിയേറ്ററിൽ പോയി കാണാം.